കരങ്ങൾ കൂപ്പി ദിവികാരണത്തിലേക്ക് നോക്കി, ഇതാ ദൈവത്തിൻ്റെ പുത്രൻ, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം അറിയുന്ന കാണുന്ന കർത്താവ്. ആ കർത്താവിനെ ആരാധിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ നിമിഷങ്ങളിലെല്ലാം ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. ആരാധനയുടെ ഓരോ നിമിഷവും ദൈവം നമ്മോട് സംസാരിക്കുന്ന സമയമാണ്. ഇവിടെ നമ്മുടെ പ്രവൃത്തികളൊന്നുമില്ല, നമ്മൾ പ്രവർത്തിക്കുക പോലും വേണ്ട. ദൈവം ചലിക്കുമ്പോൾ നമ്മൾ നിന്നുകൊടുത്താൽ മതി. ഇങ്ങനെ മഴവെള്ളച്ചാട്ടം അല്ലെങ്കിൽ പെരുവെള്ളച്ചാട്ടം ഇങ്ങനെ അടിച്ചിങ്ങോട്ട് വരുമ്പോ നമുക്ക് അവിടെ ഒന്നും ചെയ്യാനില്ല, നിന്ന് കൊടുക്കാന്നുള്ളതുള്ളൂ. നമ്മളെടുത്ത് കൊണ്ട് അങ്ങോട്ട് പോകും. എന്ന് പറയുന്ന പോലെ ഈ നിമിഷങ്ങളിൽ ദൈവം ചലിക്കുന്ന സമയം. ദൈവം ചലിക്കുന്ന സമയം അവൻ നമ്മെ ചലിപ്പിക്കും. ചലനമറ്റതെല്ലാറ്റിനും ജീവൻ നൽകാൻ കർത്താവിന്റെ ചലനത്തിന് പറ്റും. ആ കർത്താവ് നിന്റെ ജീവിതത്തിന്റെ മേല്, നിന്റെ കുടുംബത്തിന്റെ മേല്, നിന്റെ ആകുലതകളുടെ മേല്, നിന്റെ സങ്കടങ്ങളുടെ മേല്, നിന്റെ നൊമ്പരങ്ങളുടെ മേല്, സ്വകാര്യ ദുഃഖങ്ങളുടെ മേലൊക്കെ ദൈവം ചലിക്കുന്ന സമയമാണ്. ഗോഡ് ഹു മൂവ്സ്. ദൈവം ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കും, മൂവ് ചെയ്തുകൊണ്ടിരിക്കും. വെള്ളത്തിന്റെ മീതെ ദൈവത്തിന്റെ ആത്മാവ് ചലിച്ചു എന്ന് പറയാം. അപ്പോ കർത്താവ് പ്രവർത്തിക്കുമ്പോ നമ്മൾ ശാന്തരാകുക. ദൈവത്തിന് നമ്മിൽ പ്രവർത്തിക്കാൻ നമ്മൾ അനുവാദം കൊടുക്കുക. അതാ ചെയ്യേണ്ടത്. ഈ നിമിഷങ്ങൾ ഒത്തിരി കാര്യങ്ങൾ ആലോചിച്ച് ചിന്തിക്കൊന്നും വേണ്ട. ചുമ്മാ കർത്താവിന്റെ കൂടെ അങ്ങോട്ട് ഇരുന്നിട്ട് തമ്പുരാനെ, നിന്റെ ഹിതം എനിക്കും പറഞ്ഞതാ, നിന്റെ ഇഷ്ടം എന്നോട് പറയേ, നിന്റെ ആഗ്രഹങ്ങള് ഞാനുമായിട്ട് കൂടി നീ പങ്കുവയ്ക്കുക. മോശ സ്നേഹിതനോടെന്ന പോലെ ദൈവത്തോട് സംസാരിച്ചില്ല, അതുപോലെ പറ. ഈശോയെ, ചില ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ ദൈവഹിതം മനസ്സിലാക്കാൻ എനിക്ക് പറ്റണില്ല. ചില പ്രയാസങ്ങളും പ്രതിസന്ധികളും ചില തടസ്സങ്ങളും ചില ജീവിതത്തിന്റെ അതുപോലെ ഭാരപ്പെടുത്തുന്ന വിഷയങ്ങളൊക്കെ വരുമ്പോ ഞാൻ പോലും ചോദിച്ചിട്ട്, ഇതിന്റെ പിന്നിൽ എന്ത് ദൈവഹിതമുള്ള? ദൈവം പോലും എന്നെ കൈവിട്ടല്ലോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ദൈവം പോലും എന്നെ മറന്നു കളഞ്ഞല്ലോ എന്ന് ചിന്തിക്കുകയും ചോദിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. കർത്താവേ, ഈ നിമിഷങ്ങളിൽ ഞങ്ങളെ അധികമായി അലട്ടിക്കൊണ്ടിരിക്കുന്ന വിഷയങ്ങളുടെ മേലുള്ള ദൈവാലോചന നീ ഞങ്ങളോട് പറഞ്ഞു തരാൻ പറ. കർത്താവിന്റെ ആശീർവാദം സ്വീകരിക്കാൻ നമ്മൾ ഒരുങ്ങുന്ന നിമിഷങ്ങളാണ്. ഈശ്വരാശീർവാദം തീർച്ചയായിട്ടും നമ്മുടെ എല്ലാ മേഖലകളിലുള്ള ആശീർവാദമാണ്. ഏതെങ്കിലും ഒരു മേഖലയിലല്ല, ജീവിതത്തിന്റെ എല്ലാ മേഖലയും, സമസ്ത മേഖലകളിലുമാണ് കർത്താവിന്റെ ആശീർവാദം വരുന്നത്. അപ്പൊ രോഗികളായിട്ടുള്ളവർ രോഗാവസ്ഥകളിലേക്ക് ഈശോയെ വിളിക്കുക, സാമ്പത്തിക തകർച്ചയുള്ളവർ ആ വിഷയത്തിലേക്ക് കർത്താവിനെ വിളിക്കുക, തടസ്സങ്ങളുള്ളവർ ആ വിഷയത്തിലേക്ക് കർത്താവിനെ വിളിക്കുക, ഏതെങ്കിലുമൊക്കെ രോഗാവസ്ഥകളുടെ നടുവിൽ പ്രത്യേകിച്ച് മാരക രോഗത്തിന് ആ വിഷയത്തിലേക്ക് കർത്താവിനെ വിളിക്കുക. ഈശോ ഇറങ്ങി വരുന്ന സമയമാണ്. താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ച് ആരാധിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ,